നമുക്കിന്നേ ഒരു ഹെൽത്തി ദോശ, ഒറ്റ ദോശ തിന്നാൽ മതി, വേറെ ചട്നിയോ ഒന്നും വേണ്ട കേട്ടോ. ദോശമാവ് കുറച്ച് നെയ്യ് പരത്തി ദോശമാവ് ഇട്ടു, എന്നിട്ട് പരത്തി അതിൻ്റെ മീതെ കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞ സവാള ഇട്ടു, ദെൻ കുറച്ച് മുളക് പൊടി, ഇത്തിരി ഉപ്പ്, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി കഷ്ണം, പിന്നെ ഇതാ കുറച്ച് കൊത്തമല്ലി ഇല. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നന്നായി മൂത്തു കേട്ടോ. ഇതാ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അറിയോ, മീതെ ഒരു പീസ് ചീസ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചീസ് കൊണ്ടിടുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി, ഇത് ഞാൻ സിമ്മിലപ്പോൾ വെച്ചിരുന്ന കേട്ടോ. അതാണ്ടോ ചീസ് ഇങ്ങനെ ഇടുക. അപ്പോൾ ആ ചീസും കൂടി ഇടുമ്പോൾ നല്ല ഹെൽത്തി ആവും ചെയ്തു. കുറേയൊന്നും നമ്മൾ കുറേ ദോശയൊന്നും കഴിക്കും വേണ്ട, നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റും ആയി. ഒറ്റ ദോശ കഴിച്ചാൽ മതി, പണിയും ലാഭം, നല്ല പ്രോട്ടീനും കിട്ടി, വിശപ്പും മാറും, കൂട്ടാനൊന്നും വേറെ ഉണ്ടാക്കണ്ട. ഓക്കേ, ഇനി ഇതിനെ ഒന്ന് ഞാൻ മറിച്ചിടുന്നിട്ട് കാണിക്കാം കേട്ടോ. മറിച്ചിട്ടില്ല, ഇങ്ങനെ നല്ല ഹോളായിട്ട് അടയുന്ന ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ചു. ഇനി നമുക്ക് അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും ആ ലീഫും ഒക്കെ ഒന്ന് ചൂടാവും. ഇനി നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത് അതിനെ ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ, കാണിക്കാം. അപ്പോൾ ദാ ആ പ്ലേറ്റ് തുറന്നു. അപ്പോൾ കണ്ടോ, ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി, തക്കാളിയും ഉള്ളിയും അതൊക്കെ ഒന്ന് വാടി. ഇനി നമുക്കിതിനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ സിമ്മിലാട്ടോ, ഞാൻ ഫുൾ ഫ്ലെയിമിലല്ല, ദോശ പാർന്ന ഉടനെ മാത്രമേ ഫുൾ ഫ്ലെയിമിൽ വെച്ചുള്ളൂ. കണ്ടോ, അങ്ങനെ ഫോൾഡ് ചെയ്ത് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. നല്ല ടേസ്റ്റിയും എന്നാൽ എളുപ്പം, പണിയും എളുപ്പം. കണ്ടോ, നല്ലൊരു ദോശ കഴിക്കലായില്ലേ. ഒരു കറി ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട, ഇനി ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചാൽ വെരി ടേസ്റ്റി. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ ഇങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്തോളൂ കേട്ടോ. ഓക്കേ.